ചോദിച്ചതാണ്, ഞാൻ ഉത്തരവും പറഞ്ഞതാണ്. ഞാൻ കൃത്യമായിട്ടും പറയും. ഇപ്പം ഒറ്റ കാര്യത്തിൽ എനിക്ക് ഒരു സങ്കടം ഉണ്ടാവാറുള്ളൂ. ചിലപ്പോഴും നിങ്ങളുടെയൊക്കെ ചർച്ചകളിൽ എൻ്റെ പേരും കൂടെ പരാമർശിക്കപ്പെടാറുണ്ട്. ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങുമെന്നൊക്കെ പറഞ്ഞ്. ഞാൻ ബേസിക്കലായിട്ട് അവിടെയാണ് എൻ്റെ ഇഷ്യൂ. ഞാൻ ബേസിക്കലായി കേരളത്തിൻ്റെ റൂട്ടിൽ ജനിച്ച് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ അടികൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കഴിഞ്ഞ 48 വർഷമായിട്ട് ഞാൻ കേരളത്തിൻ്റെ പൊതുജീവിതത്തിലുണ്ട്. ഓരോ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറന്നിറങ്ങി വരേണ്ട ഒരാളൊന്നുമല്ല. പിന്നെ എൻ്റെ നിലപാട് ഞാൻ കൃത്യമായി പറഞ്ഞു. എനിക്കെൻ്റെ പാർട്ടിയാണ് ഏറ്റവും വലുത്. ഒരാഗ്രഹങ്ങളും അത്തരത്തിലില്ല. ഇന്നതാവണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ പേര് ഇതിനകത്ത് വലിച്ചെടുക്കുക എന്ന് പറയുന്ന ഉദ്ദേശം തന്നെ ഇങ്ങനെ വേറെന്തിൻ്റെയും മേൽവ്യാസത്തിൽ പറന്നിറങ്ങി വരും എന്ന് വേണുഗോപാലിന്റെ യോഗ്യത ആരും ചോദ്യം ചെയ്തു. ചില ചോദ്യം ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ താങ്കൾ ചോദ്യം ചെയ്യുന്നു അല്ല പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിലെ വിവിധ സംഘടനകളുടെ തലപ്പത്ത് വന്ന MP ആയി, MLA ആയി, മന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി, നമ്മൾ എത്ര വർഷമായിട്ട് കാണുന്നുണ്ട് വിനു. നിങ്ങൾ എത്രയോ ഞാൻ താങ്കൾ പറഞ്ഞു എന്നല്ല പറഞ്ഞത്. ചില ചാനൽ ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ടത്. അപ്പം എന്നെ അങ്ങനെ വലിച്ചിഴക്കേണ്ട ഒരു കാര്യമേ ഇല്ല. കോൺഗ്രസിനകത്ത് എല്ലാം ഭദ്രമാക്കി കൊണ്ടുപോവുക, കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, UDFൻ്റെതായിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ ഉണ്ടാക്കുക എന്ന ദൗത്യ നിർവഹണത്തിൽ എൻ്റേതായിട്ടുള്ള സുപ്രധാനമായ പങ്ക് വഹിക്കുക എന്നത് മാത്രമാണ് എൻ്റെ കടമ. അതിനപ്പുറം ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി കടിപിടിച്ച് വലിച്ചു മുന്നോട്ട് കൊണ്ടുപോയി പാർട്ടിയിലെ ഐക്യം തകർക്കുക എന്നുള്ളത് എൻ്റെ അജണ്ടയിൽ പെടുന്നതേ അല്ല. ഈ പാവം മനുഷ്യനെയാണോ എല്ലാവരും കൂടി ഇങ്ങനെ ചീത്ത പറയുന്നത്? എൻ്റെ പൊന്ന കേസി, നിങ്ങളിതെല്ലാം പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഞങ്ങൾക്കിപ്പോൾ ആരും വിശ്വാസമൊന്നുമില്ല. ഇതിപ്പോൾ 10 വർഷം പുറത്തിരിക്കുകയായിരുന്നു UDF. LDFൻ്റെ പ്രവർത്തനം, ഭരണം വളരെ മോശമായിക്കൊണ്ട് ജനങ്ങൾ സഹിച്ച് എങ്ങനെയെങ്കിലും മാറ്റി UDFനെ അവർ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ഇത് നിങ്ങളിവിടെ തല്ലുകൂടുമെന്ന് അറിയാം. എന്നാലും ഇപ്പം ഇത്രയും നാൾ പുറത്തിരുന്നതല്ലേ, അപ്പം അതിൻ്റെ ഒരു ഗുണം നിങ്ങൾ കാണിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കാണിച്ചില്ല. ഇപ്പോൾ ഒരിക്കലും ഒന്നും വന്ന് ഇവിടെ നിൽക്കേണ്ട ആളല്ല. കാരണം ഇവിടെ പണി ശരിക്കും എടുക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് ഇപ്പോൾ VD സതീശൻ. എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം. പിന്നെ അത് മാത്രമല്ല, പുള്ളി പല പല കാര്യങ്ങൾ പഠിച്ച് പറഞ്ഞ് അതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ നാട് വിടുന്നു, അതിൻ്റെ പരിഹാരം എന്താണ്, അല്ലെങ്കിൽ വ്യവസായങ്ങളെ എങ്ങനെ കൊണ്ടുവരാം, ഇതൊക്കെ പല രംഗങ്ങളിലും പുള്ളി പറഞ്ഞ് ജനങ്ങളോട് ഇന്ന രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പല മാറ്റങ്ങളും നമ്മുടെ സംസ്ഥാനത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനം ലാഭകരമാവുന്ന രീതിയിൽ, അതായത് സാമ്പത്തികമായ കടക്കണിയൊക്കെ മാറ്റി നല്ല രീതിയിലാവുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി, അപ്പോൾ ടാക്സൊക്കെ നികുതികളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ ജനങ്ങൾ ഈ VD സതീശൻ പറയുന്നത് വിശ്വസിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഇലക്ഷനിൽ നിങ്ങളെ വിജയിപ്പിച്ചത്. ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ തോന്നിയ മാതിരി അതിനകത്ത് കയറിയിരുന്നുകൊണ്ട് നിരങ്ങാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്കൊരു വിലയുണ്ട്. ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാ സംസ്ഥാനത്തും ഇന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് മലയാളികളുടെ ഇടയിൽ ഒരു വിലയുണ്ട്. ആ വില നിങ്ങൾ നശിപ്പിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതറിയാമോ? ഇവിടെ VD സതീശനാണ് മുഖ്യമന്ത്രി ആവേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞുമായിരുന്നെങ്കിൽ എന്ത് അന്തസ്സുണ്ടായിരുന്നെ എന്നറിയാമോ? മാത്രമല്ല, ജനങ്ങൾ നിങ്ങളെ പൊക്കിക്കൊണ്ട് നടന്നേനെ. ഇപ്പോൾ 10 വർഷം പിണറായി വിജയൻ ഇവിടെ ഭരിച്ചല്ലോ. ഇപ്പം എന്താ അയാളുടെ അവസ്ഥ? അദ്ദേഹത്തിനെ ചവിട്ടിപ്പുറത്താക്കിയ ആൾക്കാർ അല്ലേ? ആ അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്. കാരണം നിങ്ങളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ കൂലി ജനങ്ങൾ നിങ്ങൾക്ക് തന്ന് വച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ച് കളയരുത് എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ബുദ്ധിപൂർവ്വം നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രതിഫലം നെഗറ്റീവായിട്ടടിക്കും. ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാവാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് സ്ഥാനമാനങ്ങളൊന്നും ഒരു വിഷയമല്ല എന്ന് നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ, അതുപോലെ പ്രവർത്തിക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ ഇവിടെ 102 സീറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഹാലിളകിയിട്ട് ഇനി എനിക്ക് സീറ്റ് ഞാൻ നിന്നോളാം എന്ന് പറയുന്നത് ശരിയല്ല കേട്ടോ.